അദാനി ഗ്രൂപ്പിനെതിരെ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെ മുൻനിർത്തി നേരിട്ടുള്ള രാഷ്ട്രീയ പ്രതിരോധത്തിന് CPM-ഉം ഇടതുപക്ഷവും കളം പിടിക്കുമ്പോൾ ഇത് തീ കൊണ്ടുള്ള കളി എന്നുള്ള മുന്നറിയിപ്പ് അദാനിയും നൽകിക്കഴിഞ്ഞു. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് CMD സ്ഥാനത്ത് നിന്ന് ദിവ്യ എസ് അയ്യരെ മാറ്റിയതിന് പിന്നിൽ അദാനി ഗ്രൂപ്പിന്റെ സമ്മർദ്ദമാണെന്ന ദേശാഭിമാനി പത്രത്തിന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളോടുകൂടിയാണ് CPM ഈ നീക്കത്തിന് തുടക്കമിടുന്നത്. മുൻ കോൺഗ്രസ് MLA KS ശബരിനാഥിന്റെ ഭാര്യ കൂടിയായ ഉദ്യോഗസ്ഥയെ മാറ്റാൻ അദാനി ഗ്രൂപ്പ് ആവശ്യപ്പെട്ടപ്പോൾ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ മാസ് മറുപടിയും ഇപ്പോഴത്തെ UDF സർക്കാർ അദാനിക്ക് മുന്നിൽ മുട്ടുമടക്കിയതുമാണ് പാർട്ടി ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. ഇടതുപക്ഷ ഭരണകാലത്ത് ഉദ്യോഗസ്ഥ ഭരണത്തിൽ അദാനി ഗ്രൂപ്പ് ഇടപെടാൻ ശ്രമിച്ചപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉയർത്തിയ ശക്തമായ നിലപാടാണ് ഇപ്പോൾ CPM-ന്റെ പ്രധാന രാഷ്ട്രീയ ആയുധം. പോർട്ടിന്റെ കാര്യം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി, ഞങ്ങളുടെ ഉദ്യോഗസ്ഥരുടെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന പിണറായി വിജയന്റെ വാക്കുകൾ ഭരണാധികാരിയുടെ ആർജവമാണ് കാട്ടിയത് എന്ന് CPM മുഖപത്രം വാഴ്ത്തിപ്പാടുന്നു. കോർപ്പറേറ്റ് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഉദ്യോഗസ്ഥരെ മാറ്റില്ലെന്ന ആ ഉറച്ച നിലപാടാണ് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ നയമെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് പാർട്ടിയുടെ തീരുമാനം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ കരാർ വ്യവസ്ഥകളിൽ സ്വന്തം ലാഭത്തിനായി മാറ്റങ്ങൾ വരുത്താൻ അദാനി കമ്പനി നിരന്തരം ശ്രമിച്ചിരുന്നുവെന്നും അതിനെയെല്ലാം നിയമപരമായി തടഞ്ഞത് ദിവ്യ എസ് അയ്യർ ആയിരുന്നുവെന്നുമാണ് CPM ചൂണ്ടിക്കാണിക്കുന്നത്. കോൺഗ്രസ് കുടുംബ പശ്ചാത്തലമുള്ള ഉദ്യോഗസ്ഥയായിട്ടും സംസ്ഥാനത്തിന് താൽപര്യം മുൻനിർത്തി അവർ നടത്തിയ പോരാട്ടങ്ങൾക്ക് ഇടതു സർക്കാർ പൂർണ്ണ പിന്തുണയാണ് നൽകിയത്. എന്നാൽ പുതിയ സർക്കാർ അധികാരമേറ്റ ഉടൻ അവരെ മാറ്റി ജൂനിയർ ഉദ്യോഗസ്ഥനെ പ്രതിഷ്ഠിച്ചതിലൂടെ വലിയ അഴിമതിക്ക് വഴി ഒരുങ്ങുകയാണെന്നാണ് ആക്ഷേപം. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി വിഴിഞ്ഞത്ത് 13,000 കോടി രൂപയുടെ വിദേശ നിക്ഷേപം നടത്തുന്നു എന്ന പേരിൽ അദാനി ഗ്രൂപ്പ് നടത്തിയ വൻ പ്രചാരണം യഥാർത്ഥത്തിൽ സ്വന്തം ഓഹരികൾ വിറ്റഴിക്കാനുള്ള തന്ത്രമായിരുന്നുവെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ തെളിയിച്ചിരുന്നു. വിഴിഞ്ഞത്തെ അദാനിക്ക് ലാഭമുണ്ടാക്കാനുള്ള വെറും ഓഹരി കച്ചവട കേന്ദ്രമാക്കി മാറ്റാൻ UDF സർക്കാർ കൂട്ടുനിൽക്കുന്നു എന്ന ഗുരുതരമായ ആരോപണമാണ് CPM ഉയർത്തുന്നത്. ഇതിനെതിരെ ജനകീയ വികാരം ഉണർത്താനാണ് പാർട്ടിയുടെ നീക്കം. മുഖ്യമന്ത്രിയാകുന്നതിന് തൊട്ടുമുൻപ് VD സതീശൻ അദാനി ഗ്രൂപ്പ് ഒരുക്കിയ പ്രത്യേക ചാർട്ടേഡ് വിമാനത്തിൽ ബാംഗ്ലൂരിലേക്ക് നടത്തിയ രഹസ്യയാത്രയെ മുൻനിർത്തിയാണ് CPM രാഷ്ട്രീയ ആക്രമണം കടുപ്പിക്കുന്നത്. ഈ യാത്രയ്ക്ക് ശേഷമാണ് സതീശൻ തുറമുഖ നിയമ വകുപ്പുകൾ സ്വന്തം കൈകളിൽ വെച്ചതും ദിവ്യ എസ് അയ്യരെ മാറ്റി മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ സെക്രട്ടറിയെ തന്നെ തുറമുഖ സെക്രട്ടറിയാക്കിയതും. അദാനിയുമായുള്ള ഈ കച്ചവട കണക്കാണ് വിഴിഞ്ഞത്തിന്റെ താൽപര്യങ്ങൾ ബലികഴിക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചതെന്ന് പാർട്ടി ആരോപിക്കുന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ 2 തവണ വാർത്താ സമ്മേളനത്തിൽ ഈ വിഷയം ഉന്നയിച്ചിട്ടും മുഖ്യമന്ത്രി VD സതീശൻ മൗനം പാലിക്കുന്നത് വലിയ രാഷ്ട്രീയ കുറ്റസമ്മതമായാണ് CPM കണക്കാക്കുന്നത്. വരും ദിവസങ്ങളിൽ നിയമസഭയ്ക്കുള്ളിൽ സർക്കാരിനെ പൂർണ്ണമായി പ്രതിരോധത്തിലാക്കാനും സഭയ്ക്ക് പുറത്ത് വിഴിഞ്ഞം പദ്ധതി പ്രദേശമടക്കം കേന്ദ്രീകരിച്ച വൻ ജനകീയ സമരങ്ങൾ സംഘടിപ്പിക്കാനും CPM സംസ്ഥാന സമിതി തീരുമാനിച്ചതായാണ് സൂചന. വിഴിഞ്ഞം പ്രദേശത്ത് സംഘടിക്കാൻ ചെന്നാൽ ഈ സർക്കാരിൽ നിൽക്കുന്ന ഈ പ്രതിപക്ഷത്തെ ജനം കൂകി വിളിച്ച് ഓടിക്കും, അല്ലെങ്കിൽ കല്ലെറിഞ്ഞോടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പോർട്ട് വരുന്നതിന് മുൻപ് അവിടെ ദിവസങ്ങളോളം നീണ്ടുനിന്ന പ്രതിഷേധ സമരങ്ങൾ ഓർമ്മയുണ്ടാകും. ആ സമരത്തിന് നേരെ മുഖ്യമന്ത്രി എങ്ങനെയാണ്, അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നതും ഓർമ്മയുണ്ടാകും. അതുകൊണ്ട് തന്നെ തൽക്കാലം ആ ആലോചന 10 മടക്കി പോക്കറ്റിൽ സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്. UDF സർക്കാർ പൊതുസമ്പത്തും സംസ്ഥാനത്തിന്റെ അഭിമാന പദ്ധതിയായ വിഴിഞ്ഞവും അദാനി ഗ്രൂപ്പിന് അടിയറവ് വെക്കുകയാണെന്ന പ്രചാരണം താഴെത്തട്ടിലേക്ക് എത്തിക്കാൻ പാർട്ടി സ്ക്വാഡുകൾ രൂപീകരിക്കും. വിഴിഞ്ഞം തുറമുഖം വഴി കേരളത്തിന് ലഭിക്കേണ്ട വരുമാനവും തൊഴിലവസരങ്ങളും അദാനി സ്വന്തം പോക്കറ്റിലാക്കുമ്പോൾ സർക്കാർ അതിന് കുട പിടിക്കുകയാണെന്ന വസ്തുത ജനങ്ങളിലെത്തിച്ച് ഭരണവിരുദ്ധ വികാരം ശക്തമാക്കാനാണ് CPM-ന്റെ ലക്ഷ്യം. സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ധീരമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥരെ കോർപ്പറേറ്റുകളുടെ ആവശ്യപ്രകാരം പന്തു തട്ടുന്നത് സിവിൽ സർവീസിന്റെ ആത്മവീര്യം തകർക്കുമെന്ന് CPM മുന്നറിയിപ്പ് നൽകുന്നു. ദിവ്യ എസ് അയ്യർക്ക് നേരിട്ട അനുഭവം വരും ദിവസങ്ങളിൽ മറ്റുദ്യോഗസ്ഥരിലും ഭയം ഉണ്ടാക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. കോർപ്പറേറ്റുകൾക്ക് ദാസ്യവേല ചെയ്യുന്ന ഒരു ഭരണകൂടമായി UDF മാറിയെന്ന് സ്ഥാപിക്കാൻ ഈ ഉദാഹരണം പാർട്ടി പരമാവധി ഉപയോഗിക്കും. അദാനി ഗ്രൂപ്പിന്റെ കരാർ ലംഘനങ്ങൾക്കെതിരെയും തുറമുഖ നിർമ്മാണത്തിൽ നടക്കുന്ന സുതാര്യതയില്ലാത്ത ഓഹരി കൈമാറ്റങ്ങൾക്കെതിരെയും വിഴിഞ്ഞത്ത് LDF-ന്റെ നേതൃത്വത്തിൽ ബഹുജന ധർണകളും മാർച്ചുകളും സംഘടിപ്പിക്കും. വിഴിഞ്ഞം പദ്ധതിയെ അദാനിക്ക് കൊള്ളയടിക്കാൻ വിട്ടുകൊടുക്കില്ലെന്ന പ്രഖ്യാപനത്തോടെ തീരദേശ ജനതയെ കൂടി അണിനിരത്തിക്കൊണ്ടുള്ള ഒരു വലിയ സമരമുഖത്തിനാണ് CPM രൂപം നൽകുന്നത്.
വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവുമായി ബന്ധപ്പെട്ട് അദാനി പോർട്ട് ലിമിറ്റഡിന്റെ 49% ഓഹരികൾ ആഗോള കപ്പൽ കമ്പനിയായ MSCക്ക് കൈമാറിയതിനെ ചൊല്ലി ഉള്ള വിവാദം കനക്കുന്നതിനിടെ മുഖ്യമന്ത്രി അധ്യക്ഷനായ വിഴിഞ്ഞം തുറമുഖ ഡയറക്ടർ ബോർഡ് യോഗം അടിയന്തരമായി തന്നെ വിളിച്ചു ചേർക്കാൻ സർക്കാർ ആലോചനയുണ്ട്. സംസ്ഥാന സർക്കാരിനെ മുൻകൂട്ടി അറിയിക്കാതെ നടന്ന ഈ വൻ ഓഹരി കൈമാറ്റത്തിൽ ഉയർന്നുവന്ന നിയമപരവും സാങ്കേതികവുമായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനാണ് യോഗം ലക്ഷ്യമിടുന്നത്. തദ്ദേശീയമായി അന്തർദേശീയവുമായി വലിയ പ്രാധാന്യമുള്ള വിഴിഞ്ഞം പദ്ധതിയിൽ സർക്കാരിന്റെ അനുമതിയില്ലാതെ 13,200 കോടി രൂപയുടെ ഓഹരികൾ കൈമാറിയത് ഗുരുതരമായ കരാർ ലംഘനമാണെന്ന ആക്ഷേപം ശക്തമാണ്. ഈ സാഹചര്യത്തിലാണ് വിഷയം ഔദ്യോഗികമായി ചർച്ച ചെയ്യാൻ ഡയറക്ടർ ബോർഡ് യോഗം വിളിക്കുന്നതിലേക്ക് സർക്കാർ നീങ്ങുന്നത്. എന്നാൽ യോഗം വിളിക്കുന്നതിന് മുൻപ് കൃത്യമായ പരിശോധനകൾ പൂർത്തിയാക്കാനാണ് തീരുമാനം. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സമിതിയും ഇതോടൊപ്പം രൂപീകരിച്ച വിദഗ്ധ സമിതിയും വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്തി വരികയാണ്. ഈ രണ്ട് സമിതികളും സമർപ്പിക്കുന്ന അന്തിമ റിപ്പോർട്ടുകൾ കൃത്യമായി പരിശോധിച്ച ശേഷമാകും ഡയറക്ടർ ബോർഡ് യോഗത്തിന്റെ തീയതി ഔദ്യോഗികമായി നിശ്ചയിക്കുക. ധൃതി പിടിച്ചുള്ള നടപടികൾ നിയമപരമായ തിരിച്ചടികൾക്ക് കാരണമായേക്കാമെന്ന വിലയിരുത്തലിലാണ് ഈ ജാഗ്രത. പിണറായി വിജയൻ അധ്യക്ഷനായ വിഴിഞ്ഞം തുറമുഖ ഡയറക്ടർ ബോർഡിൽ സംസ്ഥാനത്തെ പ്രമുഖ മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും അംഗങ്ങളാണ്. മുഖ്യമന്ത്രിക്ക് പുറമെ റവന്യൂ മന്ത്രി കെ രാജൻ അടക്കമുള്ള വിവിധ വകുപ്പ് മന്ത്രിമാരും ഈ ബോർഡിൽ ഉൾപ്പെടുന്നുണ്ട്. അതിനാൽ തന്നെ ഡയറക്ടർ ബോർഡ് എടുക്കുന്ന ഏത് തീരുമാനവും സർക്കാരിന്റെ ഔദ്യോഗിക നയപ്രഖ്യാപനമായി മാറും. വിവാദമായ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട കൺസെഷൻ കരാറിലെ വ്യവസ്ഥകൾ സംസ്ഥാന നിയമവകുപ്പും സമാന്തരമായി പരിശോധിക്കുന്നുണ്ട്. അദാനി ഗ്രൂപ്പും സർക്കാരും തമ്മിൽ ഒപ്പുവെച്ച മുൻകാല കരാറുകളിൽ ഇത്തരം കൈമാറ്റങ്ങൾക്ക് എന്തൊക്കെ അനുമതികളാണ് ഉള്ളതെന്നും ഏതൊക്കെ ഭാഗങ്ങളിലാണ് ലംഘനം നടന്നിട്ടുള്ളതെന്നും നിയമവകുപ്പ് കൃത്യമായി തന്നെ വിലയിരുത്തുന്നുണ്ട്.